സിനിമ കാണുന്നേടാ പൂവ് നോക്കാൻ മതി നമ്മള് ഇവിടെ പച്ചപ്പൂ വന്നിട്ടില്ല ഈ പ്രാവശ്യം. അടിയും വിള ആവേശകരമായ മത്സരമാണ്. ചിക്കവും നോക്കാം എണേ ഉത്രാടായിട്ട് നീ എന്നാ രേഷു ആക്കുന്നിന്ന് ഇവന്റെ വീട്ടിൽ ഇതാ പോലും ഇത് ആര് വരക്കൂന്നറിയണ്ടത്. ഇപ്പുറം വെള്ളം വരും. ഇപ്പുറത്തിന്റെ മുകളിൽ ഒരു ചെറിയ ചന്ദ്രക ലൈറ്റ് കളർ വേറെ വരും. പിന്നെ ഇത് ഏറ്റവും ഡാർക്കിലേക്ക് ഇത് വരും. കണ്ടാ ഇതിനൊന്ന് കുറച്ച് ഹലോ, അപ്പൊ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കിടുക്കാച്ച വീഡിയോ ആണ്. ഇന്ന് നമ്മൾ ഓണത്തിന് ഉത്രാടം ദിവസം. ഇന്ന് ഉത്രാടം എന്ന് പറഞ്ഞാൽ പണ്ട് മുതലേ നമുക്ക് കുട്ടിക്കാലം തൊട്ട് നമ്മൾ ഉത്രാടം എന്ന് പറഞ്ഞാലില്ല ഭയങ്കര ഒരു ഉത്രാടായിരുന്നു. ഇതെല്ലാം കുട്ടിക്കാലം എന്ന് പറഞ്ഞാൽ സ്മാർട്ട് ഫോണിന്റെ കാലഘട്ടമല്ലടാ. നമ്മളിന്ന് അങ്ങനെയല്ല. നമ്മളെല്ലാം ഓണം എന്ന് പറഞ്ഞാല് നമ്മളാ ഒരു ഞാൻ പറയണ്ട, എനിക്ക് 90 വയസ്സായി വിചാരിക്കും. ഇപ്പൊ നമ്മള് യങ്സ്റ്റേഴ്സ് ആണ് കേട്ടാ. നമ്മളിപ്പോഴും ശരിയാ നമ്മള് ഓണാണ്. അപ്പൊ ഓണത്തിന് നമ്മള് പൂക്കളും ഒരുക്കും, പൂവറിക്കാൻ പോവും. ഉച്ചക്ക് പിന്നെ നമ്മളിപ്പോ വന്നത് വെച്ചാൽ നമ്മളിപ്പോ നാട്ടിൽ നിന്ന് ഇപ്പൊ കുറച്ച് പച്ചക്കറിയും സാധനങ്ങളും ഉത്രാടത്തിനുള്ള സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി വന്നതാണ്. അപ്പൊ നമ്മള് സാധനം വാങ്ങിയിട്ട് വീട്ടിലേക്ക് പോക്കാന്ന് പ്രത്യേക ഒരു ഇൻട്രോ ഒന്നും ഇല്ലാണ്ട് നമ്മളങ്ങനെ അങ്ങ് തുടങ്ങിയതാണ്. പെട്ടെന്ന് കുറെ ദിവസമായില്ലേ വരാത്ത. പിന്നെ രേഷ്മ വീട്ടില് ഇല്ല, എന്നാ പോയതിന്റെ കാര്യങ്ങൾ വീട്ടിലെത്തിയിട്ട് പറഞ്ഞുതരാം. ഓണത്തിന്റെ ടൈം ആവുമ്പോ നല്ല മഴയും കാര്യങ്ങളൊക്കെ തുടങ്ങി. നല്ല എന്താ പറയണ്ടേ, കാലാവസ്ഥയിലൊന്ന് തണുത്ത് നല്ല അടിപൊളിയാവും. ഫുള്ള് പുറത്തിറങ്ങാൻ പറ്റാത്ത വിധത്തിലാവും. മാവേലിക്ക് പേടിക്കണ്ടല്ലോ, കൊടയും ചൂടിങ്ങി വന്നാൽ പോരെ. പക്ഷെ നമുക്ക് പുറത്തിറങ്ങണമെങ്കിലും കൊടയെടുക്കാൻ മറന്നാ പോയി. ഇത് നമ്മളിന്ന് ഉണ്ടാക്കിയ കണ്ടന്റിന്റെ അപ്പൊ ഈ ഓണം നമുക്ക് എന്തായാലും മഴയത്താക്കിലും നമുക്ക് കളറാക്കാം. ഓക്കെ, അപ്പൊ ഇതാ നമ്മുടെ ഉളിയിൽ ടൗണ്. നല്ല മഴയത്ത് നല്ല എന്താ പറയണ്ടേ, ചെരിയുന്ന മഴയത്തുള്ള നമ്മുടെ ഉളിയിൽ ടൗൺ ആണ്. ഉളിയിൽ നമുക്ക് അങ്ങോട്ടേക്ക് പോവാം. ഇത് ഉത്രാടം ദിവസത്തില് രാവിലത്തെ കാഴ്ച. പെർഫെക്റ്റ്. അങ്ങനെ നമ്മള് പർച്ചേസ് സാധനങ്ങളെല്ലാം വാങ്ങിയിട്ട് നമ്മളുടെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഐ ലവ് യു പറഞ്ഞ ഇതെന്ന് ഹവായിയാ. ഐ ലവ് യു. ഉത്രാടത്തിന്റെ സ്പെഷ്യൽ സാധനങ്ങൾ കാണിച്ചു കൊടുക്കണം. ഉത്രാടത്തിന് നമ്മള് സ്പെഷ്യലായിട്ട് ഇന്ന് ആക്കുന്ന എന്താന്നുള്ളത് കാണിച്ചു തരാം. ഇങ്ങനെ ആക്കുന്നല്ല, തിന്നാൻ വേണ്ടി വന്നതാണ്. അപ്പൊ സ്പെഷ്യൽ സാധനം എന്താന്നുള്ളത് കാണിച്ചു തരാം കേട്ടാ. അങ്ങനെ ഉത്രാടം നാളിൽ രേശുവിന്റെ സ്പെഷ്യൽ എന്താണെന്ന് നോക്കാം. ഉത്രാടായിട്ട് നീ എന്നാ രേശു ആക്കുന്നിന്ന്? ചിക്കനാ ഇന്ന് ആക്കുന്നത്? അങ്ങനെ ഇന്ന് രേശു സ്പെഷ്യൽ ആക്കുന്നുണ്ട്. നാളെ പക്ക സദ്യയാണ് കേട്ടോ. ഇന്ന് നമ്മളെ വേറെ ഒന്നും കൊണ്ടല്ല, ഇന്ന് നമ്മൾ കുറേ നമ്മൾ വീട്ടില് ഇറച്ചിയെല്ലാം മേടിച്ചിട്ട്, അതുകൊണ്ടാണ് ഇന്ന് നമ്മള് ഇറച്ചി ആക്കിയത്. പിന്നെ ഇല്ല, മീന് മാത്രമേ മേടിക്കുള്ളൂ. പിന്നെ കൊണ്ടുതരുന്നത് ഉണ്ടാക്കുക. പക്ഷെ അത്ര എനിക്ക് ഇഷ്ടമല്ല ഇതൊന്നും. അമ്മ പിന്നെ പണ്ടേ ഒന്നും കഴിക്കില്ല, വെജ് അല്ലാണ്ട് ഒരു സാധനം കഴിക്കില്ല. പക്ഷെ നമ്മളെ നാളത്തെ സദ്യ നിങ്ങൾ കണ്ടാൽ ഞെട്ടും കേട്ടോ. നാളത്തെ നമ്മളെ സദ്യ കണ്ടാൽ നിങ്ങൾ ഞെട്ടും. കാരണം ഫുൾ ഓണസദ്യ എന്ന് പറഞ്ഞാല് 15 കൂട്ടം വെറൈറ്റി ഐറ്റംസുകളും ആയിട്ടാണ് നമ്മൾ ഇപ്രാവശ്യത്തെ ഓണം അങ്ങനെ അടിച്ചു. 15 എണ്ണം വെച്ചൊന്നുമില്ല, തെറ്റിക്കഴിഞ്ഞാൽ ഞാൻ ഉപ്പ് എന്തെങ്കിലും അഡ്ജസ്റ്റ് ചെയ്യും. അപ്പൊ 15 ഐറ്റമുള്ള ഒരു ഓണം സ്പെഷ്യലാണ് നമ്മൾ നാളെ വരാൻ പോകുന്നത്. ഇത് നമ്മൾ വെച്ചാൽ തലേ ദിവസം ആയതുകൊണ്ട് ഇന്നൊരു വെറൈറ്റിക്ക് നമ്മൾ കുറച്ച് അത്യം കാര്യങ്ങളെല്ലാം വാങ്ങിയിട്ട് ആക്കുന്നതേ ഉള്ളൂ. അത് നമ്മളെ ഓണത്തില് ബന്ധപ്പെടുന്നില്ല. ഇത് നമ്മൾ നോർമൽ അങ്ങനെ ഇത് മാത്രമേ. നാളെ നമ്മൾ തകർക്കേണ്ട പരിപാടിയാണ്. പാലടി ആയില്ലടാ നമ്മൾ ഓണം തകർക്കാൻ വേണ്ടിട്ട്. ഏതായാലും നാട്ടില് മഴയൊന്നും ഇല്ലാത്തോണ്ടല്ലേ. മഴയുണ്ടെങ്കിൽ എന്താ, മാവേലിക്ക് കൊടയുണ്ടല്ലോ. വീണ്ടും ചെളി അല്ലേ, നന്നായി പോകുന്നത്. ഒരുപാട് ദിവസമായിട്ട് ഓണപരിപാടിക്ക് വന്നിട്ടൊക്കെ മോശല്ലേ അല്ലേ? മോശല്ലേ തിരക്കില്ല. എന്ത് തിരക്ക്? വായി നോക്കലാ. നമ്മളിങ്ങ പുന്നാട് സ്ഥലടാ, മീത്തലെ പുന്നാടുള്ള നമ്മളെ ഒരു ഓണാഘോഷ പരിപാടി ഉണ്ട്. ഇന്ന് പെട്ടെന്ന് അറിഞ്ഞു. നമ്മൾ നാളെ പരിപാടി ഇന്ന് വിചാരിച്ചു കേട്ടാ. ഇപ്പാണ് അപ്പം വിളിച്ച് പറഞ്ഞത് ഇന്നാടാ പരിപാടി. ഇവിടെ മറ്റേ താറാവിനെ പിടിക്കുന്ന പരിപാടി എല്ലാം ഉണ്ടല്ലോ. പരിപാടി സാധാരണ നമ്മൾ ഓണത്തിന് കണ്ടുവരാത്തൊരു പരിപാടി. അത് കാണാൻ വേണ്ടിട്ട് അത് നോക്കാം. അത് കാണുന്ന കയ്യിൽ നിൽക്കാൻ പറ്റുമോ എന്ന് നോക്കാം. കാരണം മഴ പെയ്താൽ പരിപാടി നിൽക്കും, അതാണ് പ്രശ്നം.
പിന്നെ താറാവിനെ പിടിക്കാൻ ഇവനും കൂടി നിൽക്കുന്നുണ്ടെന്നാ പറഞ്ഞ ചളിയിൽ കണ്ടിട്ട്. അതുകൊണ്ടാണ് മെയിനായിട്ട് നമ്മൾ വന്നേട്ടാ. ഞാൻ ഡ്രസ്സ് ഇടായി ഇല്ലെങ്കിൽ ഞാൻ നിന്നാണ്. അത് കഴിഞ്ഞ വർഷം പരിപാടി അപ്പോഴത്തേക്ക് നടത്തുന്ന ഓണാഘോഷ പരിപാടിയിൽ പരിചരിക്കുന്നു. അടിയും വിള ആവേശകരമായ മത്സരമാണ്. ചിക്കവും സൗഹൃദമൊക്കെ പിന്നെ അടിയുടെ വഴിക്കാണ് ഇവിടെ. അങ്ങനെ ഉത്തരാടത്തിനുള്ള പരിപാടി കണ്ട് ആടുന്ന് ഇറങ്ങിയേട്ടാ. പോകുമ്പോ താറാവിനെ പിടിക്കുന്ന പരിപാടി കാണാന്ന് വെച്ചിട്ട് നോക്കുമ്പോ അത് കാണാൻ പറ്റില്ല. ആ സമയത്ത് മൈക്കെടുക്കാൻ പോയോണ്ട് കണ്ടിട്ടില്ല. ഉത്രാടപ്പാച്ചിൽ എന്ന് കണ്ടില്ല ആരെങ്കിലും കണ്ടോ? ഇരുട്ടി കണ്ടോ? മൊത്തത്തിൽ തിരക്ക് കണ്ടോ? ഇതിനാണ് ഉത്രാടപ്പാച്ചിൽ. ഇതിന് ഒരു ഓണക്കൂടി എടുത്ത് കൊടുക്കാനുള്ള പോക്കാണ്. ഏറ്റവും അല്ല ഈടിയല്ല മുകളിലാ അല്ലേ? ഇതിലും കുറഞ്ഞ സ്ഥലം കിട്ടാനില്ല. 190 പോകണ്ട, നമുക്ക് മിനിമം 200 ഒരു 250 പിടിക്കാം. അല്ല അത് ഏതും ഒന്നിട്ട് നോക്കിയാൽ മതി. ഇത് മാറ്റാം, അത് നോക്കിയാൽ മതി. നീ ആയിരിക്കും എടുക്കാൻ വന്ന സത്യത്തില് ചീതുവിന് വേണ്ടെന്ന് പറഞ്ഞ അതുകൊണ്ട് ഞാൻ എടുത്തു നാലെണ്ണം. ഓന് എടുക്കുന്ന പോലെ കടലിൽ നിന്നോണ്ട് നടന്നോണ്ട് കാണുന്ന സിനിമ കാണുന്നേടാ. പൂവ് ഏതാ കളർ ഇറങ്ങിയിട്ടുണ്ടോ നോക്കാൻ മതി നമ്മൾ. അല്ല ഇവിടെ പച്ചപ്പൂ വന്നില്ല ഈ പ്രാവശ്യം. വെറൈറ്റി പൂവാണ്. വെറൈറ്റി കളർ ഉത്രാടപ്പാച്ചിൽ. ഇതിപ്പോ ഇതെന്നാ അറിയോ? വണ്ടീനെ നടുക്ക് നോക്കണേ. വണ്ടി സൈഡിൽ നിന്ന് വരുന്ന കണ്ടോന്ന് പറയണേ. ഞാൻ സൈഡിലാണല്ലോ. ബാക്കി പറഞ്ഞ ഈ നാട്ടിലല്ലാത്തവരെല്ലാം ഉണ്ടാവില്ലേ, അവർക്കെല്ലാം ഇപ്പൊ ഇരുട്ടി ഈ പൂക്കളെല്ലാം കാണുമ്പോഴെല്ലാം ഭയങ്കരമായിട്ട് വിഷമവും സങ്കടമില്ലാതുണ്ടാവും. പക്ഷെ നിങ്ങൾ വിഷമിക്കരുത്. കണ്ടോ പൂക്കളെല്ലാം കണ്ടോ? ഇരുട്ടി ടൗണെല്ലാം കണ്ടോ? നമ്മൾ ഇരുട്ടി സംഭവം നല്ല അടിപൊളി ഓണം അല്ലേ? എന്തല്ലോ സംഭവം നമ്മൾ അങ്ങേ സൈഡിൽ നിന്ന് താഴോളം പോകുന്ന കേട്ടോ. എന്തിനാണ് അങ്ങനെ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ സ്ഥലത്തും വെറൈറ്റി പൂക്കൾ എന്തെല്ലാം നോക്കിയിട്ട് വേണം താഴെ നിന്ന് വീണ്ടും മുകളിലോട്ട് വരാം. മൊത്തത്തിൽ അങ്ങനെ നോക്കി വെച്ചിട്ട് അവസാനം താഴെ നിന്ന് മുകളിലോട്ട് വരും. എല്ലാ സ്ഥലത്തും വെറൈറ്റി പൂ മാത്രം. അതായത് അത് കണ്ട, അത് നമ്മൾ കണ്ടതിൽ ഒരു വെറൈറ്റി ഒന്ന് കാണിച്ചിട്ട് അവർക്ക് ഏതാ വെറൈറ്റി അത് ഏത് ആ സാധനം കണ്ട. അതാണ് ഇപ്പോൾ ഞാൻ കണ്ടതിൽ ഒരു വെറൈറ്റി ആയിട്ടുള്ളൊരു സാധനം. അങ്ങനത്തെ കളർ ഞാൻ എൻ്റെ ശ്രദ്ധയിൽ അങ്ങനെ പെടാത്തൊരു സാധനമാണ് അല്ലേ? എണ്ണ തീർക്കലാ നടക്കൂലേ മുളത്തിന്? ഇതെങ്ങനെ മുളത്തിന് കൊടുക്കുക? എല്ലാം അലകല ഇത് സെപ്പറേറ്റ് അല്ലേ? പിന്നെ ഇത് അത് മേലെ നിങ്ങൾ താഴെ എത്തി. അല്ല മോനെ വാങ്ങാൻ ഉദ്ദേശം ഉണ്ടോ? പിന്നെ അങ്ങോട്ട് പോയി തിരിച്ചു വരുമ്പോ നമ്മൾ മൊത്തം നോക്കി വെച്ചിട്ട് ആദ്യം പോകും. ഇതെല്ലാം കണ്ടു, ഇതെല്ലാം വാടി സൂക്ഷിച്ചു. ഊട്ടിയില് മുമ്പിൽ വന്നവർ ഇവിടുന്ന് വാങ്ങി കാണിച്ചോ? ഫ്രണ്ട് കാണിച്ചോ? കിലോ കണക്കിനുണ്ടല്ലേ? നമുക്ക് ഇടന്ന് ചാമ്പിയാ പോരെ? ഇടന്ന് അതുമല്ല, നീ ആ കളം പരച്ചെടുക്കാൻ കാണിച്ചിട്ട് കളക്കണ്ടേ? ഞാനാവും പരച്ചെടുക്കണ്ടേ? അതെ, പൂ നോക്കി നടന്നിട്ട് ക്ഷീണിച്ചിട്ട് ലാസ്റ്റ് ചായ പിടിക്കാൻ അല്ലേ? വാങ്ങിയിട്ടല്ല, നോക്കി നോക്കിയാണ്. ഈ മണ്ടനാണെങ്കിൽ മേലെ നോക്കി പൂ തന്നെ താഴെയുണ്ട്. എന്നിട്ട് ആ കണ്ട സാധനം തന്നെ വന്നിട്ട് അതെയാ വീട് നമ്മളെല്ലാം കയറി ഇങ്ങനെ നടന്നിട്ടോ വാങ്ങിയ പൂ നോക്കറാ കാണിച്ചാ. ഈ 50 റുപ്യ ഇത് വാങ്ങാനാടാ കിലോമീറ്റർ മേലെ നിങ്ങളെ നടത്തിച്ചത്. എടാ നമ്മൾ എന്ത് വാങ്ങുമ്പോഴും ഇല്ല, ഇത്രയും സ്ഥലത്ത് നിനക്ക് കിട്ടിയത് ഇവിടെല്ലാം ഉണ്ട് സാധനം വാങ്ങ്. ഒരു ഡിസൈൻ കളർ എന്തോ ഷെയ്ഡ് തീ വാർന്ന സാധനം എന്തോ ആക്കാൻ വേണ്ടിട്ടുള്ള പരിപാടി. അത് നോക്കാം നമുക്ക് നാളെ. ഞങ്ങൾ ഇടപെടുന്നില്ല. ഇവന്റെ വീട്ടിൽ ഇതാ പോലും ഇത് ആര് വരക്കൂന്നാണ് അറിയേണ്ടത്. ഇപ്പുറം വെള്ളം വരും, ഇപ്പുറത്തിന്റെ മുകളിൽ ഒരു ചെറിയ ചന്ദ്രക ലൈറ്റ് കളർ വേറെ വരും. പിന്നെ ഇത് ഏറ്റവും ഡാർക്കിലേക്ക് ഇത് വരും. എന്താ ഇതിനൊന്ന്
പറകുന്ന ഇതിനെത്രയാ? എങ്ങനെയാ ഇത്? ഇതെങ്ങനെയാണ്? തീയാ തീ എന്തെല്ലാന്ന് പേര് വന്നിട്ട് അനീഷ്, സ്ഥലം വന്നിട്ട് പുന്നാട്. ഇവന്റെ പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നിനക്ക് ആവശ്യമുണ്ട് കൈമില് ഒരു പൂവ് ഇല്ല. ഞാൻ ഒന്നും നോക്കണ്ട, ഞാൻ പറഞ്ഞു എന്തെങ്കിലും കയ്യിലുണ്ടാകുന്നു. ഇവിടെ എനിക്ക് ഒരു 1 കിലോ പൂവ് മേടിക്കണം. 1 കിലോ ഇതാണ് ആദ്യമായിട്ട് ഓണം കിട്ടുമ്പോൾ. അത് നാട്ടിൽ വല്ലപ്പോഴും നാട്ടിൽ എന്നിട്ട് കഴിക്കുന്ന കളി നോക്കണം. ഒരു ഓണത്തിനെങ്കിലും ഒരു പൂക്കളം. പർച്ചേസും കഴിഞ്ഞിട്ട് ചളിയിലൂടെ നടന്ന് നമ്മൾ വണ്ടീൻ്റെ അടുക്ക് എത്തി. എന്താ ചെയ്യാ, ഓണം എന്ന് പറയുമ്പോൾ നമുക്ക് കാണാൻ പറ്റും. കാണാൻ പറ്റും ഓണം എന്നെല്ലാം പറയുന്നുണ്ട്. അറിവേ നീ ആ തിന്ന പപ്സും ഓണത്തിന് നീ വിറ്റ സാധനം എന്നിട്ട് ഏതാന്ന് പറ. ഈ വണ്ടി ഒന്ന് എടുക്കേ, ചളിയിൽ നിൽക്കാൻ ഫുള്ള് ചളിയാട്ടോ അടിയെല്ലാം. എനിക്ക് ചളിയിൽ നിൽക്കാൻ ചെയ്തിട്ട് ഇത്രയും കൊല്ലം ഓണം ഉണ്ടായിട്ട് ഉത്രാട പാച്ചിൽ എന്ന് പറഞ്ഞിട്ട് ഉത്രാടത്തിൻ്റെ ദിവസം പർച്ചേസിന് ഇറങ്ങുന്നത് ആദ്യമായിട്ടാണ് കേട്ടോ. കുറേ കാലമായിട്ട് ഈ സമയത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റില്ല. ഒന്നാമത് വീട്ടിലുണ്ടാവില്ല, ഞാനും ഉണ്ടാവില്ല, ഇവനും ഉണ്ടാവില്ല. ആദ്യമായിട്ടാണ് കേട്ടോ ഉത്രാടത്തിൻ്റെ തലേദിവസം ഉത്രാട പാച്ചിലൊന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റിയത് ആദ്യമായിട്ടാണ്. നീ ഉണ്ടായിട്ടില്ലല്ലോ, നീ പോകണ്ട അങ്ങനെ? നീ എല്ലാവരും ഉണ്ടായിട്ടുണ്ട്. നമുക്ക് ഇതുവരെ അങ്ങനെ പോകാൻ പറ്റില്ല, ആദ്യമായിട്ടാട്ടോ ഇത്. പിന്നെ ഓക്കെ.